ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്യുന്നതാണ്. അല്പം ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ പാത്രത്തിൽ നിന്ന് കുഴച്ചത് പോരാതെ തന്നെ നമുക്കിതൊന്ന് എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് കൂടി വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലോണം ഇടിച്ച് പരത്തി കുഴക്കേണ്ടതാണ്. ഇത് നമുക്ക് വലിച്ചു നീട്ടി ഒരു 10 11 കഷ്ണമാക്കാവുന്നതാണ്. 10 ആക്കുന്നതായിരിക്കും നല്ലത്, കാരണം കട്ടി കുറച്ചുകൂടി കിട്ടുന്നത് 10 ആക്കുമ്പോഴായിരിക്കും. ഇനിയൊരു പരന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതൊന്ന് നന്നായി അബ്സോർബ് ആവണം ഓയിൽ, അതുകൊണ്ട് കുറച്ചധികം ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ഓരോന്നും ഉരുട്ടി പരത്തിയിട്ട് ഇതിന് മുകളിൽ വെക്കാവുന്നതാണ്. ഒന്ന് തിരിച്ചും മറിച്ചും മുക്കി കൊടുക്കേണ്ടതാണ്. ഇതൊരു 30 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ മിക്സ് റെഡിയാക്കാം. ഇതിലേക്കുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നല്ല സൈസുള്ള 2 വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അല്പം ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇതൊരു മഞ്ഞ കളറിലേക്കായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തന്നെ എല്ലാ മസാലയും പിടിക്കുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാവ് എടുത്തേക്കാം നമുക്ക്. ഇനി അതിൽ ഓരോന്നും ഒന്നുകൂടി അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഒരു സ്ഥലത്ത് വെച്ച് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി നീട്ടി പരത്തിയെടുക്കാം. അത് വീണ്ടും മടക്കി വീണ്ടും പരത്തി വീണ്ടും മടക്കി ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് കുറേ ലെയേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 5-6 തവണയെങ്കിലും ഒരു ഷീറ്റ് ഇങ്ങനെ മടക്കിക്കൊണ്ടേയിരിക്കണം. ഒരു സ്ക്വയർ ഷേപ്പിലെത്തുമ്പോൾ നമുക്കിതിവിടെ നിർത്താം. അങ്ങനെ എല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അത് നമ്മൾ കുറച്ച് മസാല ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ മുട്ട പപ്സിൽ വെക്കുന്നോട്ട് 1/2 മുട്ടയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നായി ഇതൊന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ പപ്സും റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളൊരു മുട്ട ബീറ്റ് ചെയ്തെടുത്ത് അതൊന്ന് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിൽ വെക്കാൻ പറ്റുന്ന ഗ്രില്ല് ചെയ്യുന്ന പാത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് ഓവൺ ഒരു 200 ഡിഗ്രിയിൽ ഒരു 9 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാവുന്നതാണ്. ഇതൊരു 3 മിനിറ്റ് മുന്നേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എടുക്കാം, ഇല്ല നമുക്ക് കുറച്ച് നേരം കൂടി അതിനകത്ത് വെക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ഇത് എടുക്കുമ്പോൾ ഇതിനൊരു ഭയങ്കര കട്ടിയായിരിക്കും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ആ ക്രിസ്പിനെസ് വരിക. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.